നിസ്കാരത്തിന് നിയ്യത്തുണ്ട്, കുളിക്ക് നിയ്യത്തുണ്ട്, നോമ്പിന് നിയ്യത്തുണ്ട്, സക്കാത്തിന് നിയ്യത്തുണ്ട്, ഹജ്ജിന് ഉംറക്ക് നിയ്യത്തുണ്ട്. സകല അഅ്മാലുകളും സ്വീകാര്യമാകാൻ നിയ്യത്ത് അനിവാര്യമാണ്. അതേസമയം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന വലിയ ശറഫുള്ള ഒന്ന്, റിയാഇന് വേണ്ടി, ലോകമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അള്ളാഹു ഖായിബാക്കാത്ത, തട്ടപ്പെടാത്ത വലിയ ശറഫുള്ള ഒന്ന്. അത് അഹ്സാബ് സൂറത്തിൽ അല്ലാഹും മലായികത്തും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മുഫസ്സിറുകൾ തഫ്സീറിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ പരിശുദ്ധമായ അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരു നിലക്കും അത് തട്ടപ്പെടുകയില്ല. അത് സ്വീകാര്യമാണ്. അതിന്റെ ഗുണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കാണും. അതിൽ ഇഷ്കാല് വേണ്ട. ആ സ്വലാത്തുകൾ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ അവിടുത്തെ പ്രിയ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ 1/4 ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞോട്ടെ? അവിടുന്ന് പറഞ്ഞു, ഖാൽ നഅം ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. നീ അങ്ങനെ ചെയ്തോ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് മഹത്തരമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, എങ്കിൽ എന്റെ ജീവിതത്തിലെ 1/3 തങ്ങൾ മറുപടി ആവർത്തിച്ചു. സ്വഹാബി ചോദ്യം ഇതുപോലെ തുടർന്നു. അവിടുന്ന് മറുപടി ഇതേ നിലക്ക് ആവർത്തിച്ചു. അവസാനം ചോദിച്ച സ്വഹാബി പറയുന്നു, എങ്കിൽ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ ഫർളായ അഅ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ ഖാൽ, അവിടെന്ന് പറയുന്നു, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. സർവ്വ രോഗങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ മറ്റൊന്നില്ല. അത്രയും വലിയ ശറഫുള്ള സ്വലാത്തിന്റെ മജ്ലിസിലാണ് സാധുക്കളായ നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾ ആംബുലൻസിലടക്കം നമ്മുടെ ഈ മജ്ലിസിലെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, സകലർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ബായാർ സ്വലാത്തിൽ, കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാട്ടിൽ ഓരോ മാസവും 50,000 60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ, മഴക്കാലമാണോ വേനൽക്കാലമാണോ, റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ, ഒന്നും നോട്ടല്ല. ഇതുപോലെ ഇരിക്കാൻ അവിടെ സൗകര്യം കാണൂല, ഒന്ന് വിശാലമായിട്ട് നിൽക്കാൻ അവിടെ സൗകര്യം കുറവാണ്. അതേസമയം ഇത്രയും ജനങ്ങൾ ദാഹിച്ച് അവശരായിട്ട് ഒരു ബോട്ടൽ വെള്ളം ഒരു 15-20 രൂപ കൊടുത്ത് വാങ്ങിച്ചോട്ടെ എന്ന് ചിന്തിച്ചാൽ, ഒരു പക്ഷേ വെള്ളം പോലും ക്യാഷ് കൊടുത്താൽ കിട്ടാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ മണിക്കൂറുകളോളം ആളുകൾ വലിയ പ്രതീക്ഷയിൽ സമ്മേളിക്കുന്ന മഹത്തായ ബായാർ സ്വലാത്തിന്റെ രഹസ്യം എന്തെന്ന് ചിന്തിക്കുമ്പോൾ, ഇതൊരു ബായാറിലെ മൂന്നാക്കല സ്വലാത്തിന്റെ മാത്രം മഹിമല്ല. ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ ഉലമാഇന്റെ നേതൃത്വത്തിൽ എവിടെയെല്ലാം മജ്ലിസുകൾ നടക്കുന്നു,
അവിടെയെല്ലാം ഇത് ബോധ്യമാകും. കാരണം ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ഷറഫാണ്, തങ്ങളെ പവറാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനമാണ്, അതിന്റെ കബൂലിയത്താണ്. പിന്നെ ബായാറ് മൂന്നാക്കൽ ഞാൻ പറയുന്നത് എനിക്കെന്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലയ്ക്ക് നിഅമത്തായിട്ട് എടുത്തു പറയാണ്. ജമുൽ ജവാമി പറഞ്ഞതുപോലെ ശുക്റുൽ മുൻഅമി വാജിബുൻ. ഇക്കാലഘട്ടം ഈമാൻ കുറഞ്ഞ, വിശ്വാസം കുറഞ്ഞ ആളുകളെ ഈമാൻ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ ശുക്റായിട്ടും കൂടെ, നിഅമത്തിന് ശുക്റായിട്ടും കൂടെ ഞാൻ ഓരോന്നെടുത്തു പറയുകയാണ്. വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന്, മാംഗ്ലൂരിലെ KMC ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകിയ, ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കാഴ്ച നൽകിയ, കേൾവിയില്ലാത്തവർക്ക് അല്ലാഹു കേൾവി കൊടുത്ത, ജന്മനാ സംസാരിക്കാത്തവർ അല്ലാഹു സംസാരിപ്പിച്ച, നടക്കാത്തവർ അല്ലാഹു നടത്തിയ, വലിയ വലിയ മാരകമായ രോഗം പിടിപെട്ടിട്ട് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞിട്ട്, മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട്, അവയവങ്ങൾ മാറ്റിവെക്കാതെ, മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയ 10, 25, 30 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. വേദനിക്കുന്ന ഹൃദയവുമായി പ്രതീക്ഷയോടെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ച് മജ്ലിസിൽ സമ്മേളിച്ചത് കാരണം കൂടിയ മുഅ്മിനീങ്ങളുടെ ദുആക്ക് ഇജാബത്തായി, ഹബീബിന്റെ സ്വലാത്തിന്റെ ശറഫായി ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഒരുപാട് വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ മാസാമാസം അത് പുഴവെള്ളത്തിന് സമാനമായ ഒഴുക്ക് പോലെ ജനങ്ങൾ ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയ്ക്ക് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതുപോലെ നമ്മുടെ നാടിനടുത്ത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ മൂന്നാക്കലിൽ 10,000 സംബന്ധിക്കുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസം 3-ാം തീയതി മൂന്നാക്കൽ സ്വലാത്ത് നടക്കുന്നു. അതുപോലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്, അടുത്ത വെള്ളിയാഴ്ച. ആ മഹത്തായ മജ്ലിസിൽ നേതൃത്വം നൽകാൻ മഹാനരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവിടെ സംബന്ധിക്കും. അതുപോലെ ആ മഹത്തായ മജ്ലിസിൽ വെച്ച് എന്റെ അഭിവന്യ പിതാവിന്റെ പേരിൽ ഒരു അവാർഡ് മഹാനരായ ശൈഖുനാ മുഹീസുന്ന പൊന്മള ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ ആദരിക്കലും കൂടി ആ മഹത്തായ മജ്ലിസിൽ നടക്കും. നിങ്ങളെല്ലാവരും നമ്മുടെ പാപ്പമാരുടെ ഒക്കെ പേര് പറഞ്ഞ് ബറക്കത്തോടുകൂടി പറഞ്ഞ്, എങ്ങനെ എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബിക്കൂഷീൻ കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളി, അവരുടെ പിതാവ് അസയ്യിദ് അൽ ഖുതുബ് ജലാലുദ്ദീൻ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി അൽ ബലാഫത്തനി, വളവട്ടണത്തെ ഉപ്പാപ്പ, അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പമാരെല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പൊന്മള ഉസ്താദ് അവറുകൾക്ക് എന്റെ ബാപ്പയുടെ പേരിലുള്ള അവാർഡും കൂടി ബായാർ സ്വലാത്ത് മജ്ലിസിൽ അടുത്ത വെള്ളിയാഴ്ച സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും അവിടെ കൂടിയ ഉലമാ സാദാത്തുകൾ എല്ലാവരും കൂടി നൽകുന്ന ആ മഹത്തായ മജ്ലിസിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.